യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്നായിരുന്നു ഇത്രകാലം പറഞ്ഞതെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നിലപാടുകൾ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ ആലുവയിൽ തന്നെ അത്തരം ആളുകൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം തേടുന്നത് വസീലത്തു ശിർക്കാണ് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് ഈ വേദിയിൽ വെച്ച് ഇവിടെ അതിന്റെ പ്രവർത്തകർക്ക് പോലും സമ്മതിക്കേണ്ടി വന്ന സന്തോഷകരമായൊരു കാഴ്ചയാണ് അൽഹംദുലില്ലാഹ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ ആദർശത്തിന്റെ കരുത്താണ് ഇത്തരം വേദികളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. വാദപ്രതിവാദത്തിന്റെ വെല്ലുവിളികൾ പല സ്ഥലങ്ങളിൽ നിന്നുമുണ്ടായി. സൗദി അറേബ്യയിൽ വെച്ചുണ്ടോ ചോദിച്ചല്ലോ. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു സൗദി അറേബ്യയിലാണെങ്കിൽ അവിടെയും ഞങ്ങൾ തയ്യാർ. പക്ഷെ ഇപ്പോൾ ആ ഉത്തരവും ആ ചോദ്യവും ഒന്നും നമ്മൾ ആരും കേൾക്കാനില്ല. ചില മുറിമൗലവിമാർ, ഇന്നലെ മാത്രം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ചില ആളുകൾ, ചില നവമുസ്ലിയാക്കന്മാർ, ചില നവ യാഥാസ്ഥികന്മാർ, ചില ആളുകൾ മുജാഹിദ് പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അനസ് മൗലവിയെ ഈ വേദിയിലിരുത്തി അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കേരളക്കരയിൽ അല്ല, ലോകത്ത് മലയാളി സമൂഹം ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ആരൊക്കെ ഈ സക്കരിയ മൗലവിയുടെ വാദം അംഗീകരിക്കുന്നുണ്ടോ, ആണായി പിറന്ന മനുഷ്യരായി ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും മുജാഹിദ് പ്രസ്ഥാനം വെല്ലുവിളിക്കുന്നു. സക്കരിയ മൗലവിയുടെ ആദർശം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് സ്ഥാപിക്കാൻ കേരളത്തിൽ വേണ്ട ലോകത്ത് മലയാളി സമൂഹം എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരിൽ ആരെങ്കിലും ആണായി പിറന്നവർ തയ്യാറുണ്ടെങ്കിൽ മുജാഹിദ് പ്രവർത്തകർ അതിന് തയ്യാറാണ്. വ്യവസ്ഥകളില്ല, ചർച്ചകളില്ല. പക്ഷെ ഞങ്ങൾക്കുള്ള നിബന്ധന 2 ക്യാമറകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ചർച്ചക്ക് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അനസ് മൗലവിയുടെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം ചില ആളുകൾ റോന്തു ചുറ്റുന്നുണ്ട്. നടത്തൂ നിങ്ങൾ, പറയൂ നിങ്ങൾ, നിങ്ങളുടെ വേദികളിൽ ഒരവസരം ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ പറയുന്ന ആദർശം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയെന്ന് തെളിയിക്കാൻ കഴിയുന്നവർ ഒരവസരം തന്ന് അതൊന്ന് തെളിയിക്കേണ്ടതാണ്. കഴിയില്ലവർക്ക് കഴിയില്ല. സുഹൈയുൻ കുന്നിന്റെ താഴ്വരയിൽ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതൻ ഇസ്ലാമിനെ തകർക്കാൻ ആദർശം കെട്ടിപ്പടുത്തതിനു ശേഷം അവിടെയുള്ള ആളുകളെയും കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പുറപ്പെട്ടതുപോലെ ആധുനിക അബ്ദുല്ലാഹി ഇബ്നു സബമാര് ജില്ലകൾ തോറും വിശദീകരണങ്ങളുമായി നടക്കുമ്പോൾ ചില പ്രദേശങ്ങളിൽ ചില ആളുകളെല്ലാം രഹസ്യമായി വീടുകളിൽ കയറി പുതിയ അബ്ദുല്ലാഹി ഇബ്നു സബമാരായി സമൂഹത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നു, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ശരി, ഏത് കൊമ്പും ഏത് തുമ്പിക്കൈയുമുള്ള കൊമ്പനാനകളാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അവരെ ക്ഷണിക്കുന്നു. 2 ക്യാമറകൾക്ക് മുന്നിലിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് ചോദിക്കുന്നത്.